കൊച്ചി കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാത്തതിൽ കോൺഗ്രസിനെതിരെ തുറന്നടിച്ച് മുസ്ലിം ലീഗ്. രാഷ്ട്രീയ മര്യാദ കാണിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. മുന്നണി യോഗത്തിൽ എന്ന് പറഞ്ഞ് വിളിച്ച ശേഷം കോൺഗ്രസ് ഏകപക്ഷീയ പ്രഖ്യാപനം നടത്തിയെന്നാണ് കുറ്റപ്പെടുത്തൽ. ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ ആ പാർട്ടി തീരുമാനിച്ചാൽ മതി, UDF തീരുമാനിക്കേണ്ട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് ലോങ് റണ്ണിൽ UDFന് നല്ലതല്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഉണ്ട്. മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തി അവർക്കെല്ലാം കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. മേയറും ഡെപ്യൂട്ടി മേയറും തീരുമാനിച്ചു. DCCയുടെ കത്ത് കൊടുത്തിരിക്കുന്നു. സ്റ്റേറ്റ് UDF ഇടപെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടും. പരിഹരിക്കപ്പെടണം. അതിനൊരു തർക്കമൊന്നുമില്ല. പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് ലഭിക്കണം. ലാൽ കൃഷ്ണൻ വിവരങ്ങൾ വെച്ചിരുന്നു. ലാൽ, മുഹമ്മദ് ഷാ ലീഗിന്റെ സംസ്ഥാന നേതാവാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ ഈ പ്രതികരണം നടത്തില്ല. അങ്ങനെ വരുമ്പോൾ അത് ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നം പോലെ തന്നെ രൂക്ഷമാണ്. കോൺഗ്രസും ലീഗും തമ്മിലെ കൊച്ചിയിലെ പ്രശ്നം. ലാൽ, അതായത് മേയർ സ്ഥാനം, ഡെപ്യൂട്ടി മേയർ സ്ഥാനം എന്നീ തീരുമാനങ്ങൾ വന്നതിന് പിന്നാലെ അത് കോൺഗ്രസിൽ മാത്രമല്ല UDFിൽ തന്നെ, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDFിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് മുസ്ലിം ലീഗിൻ്റെ വാക്കുകൾ. 76 സീറ്റുകളാണ് കൊച്ചിൻ കോർപ്പറേഷനിലുള്ളത്. ഇതിൽ 47 സീറ്റുകളിൽ UDFിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് വ്യക്തമായ സീറ്റുണ്ട്. 47 സീറ്റും കോൺഗ്രസിന് സീറ്റാണ്. അതായത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാം എന്ന നിലപാട് കോൺഗ്രസിനുണ്ട് എന്ന് കരുതി ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ധാരണ അത് UDFിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെയുള്ള കീഴ്വഴക്കമനുസരിച്ച് മുസ്ലിം ലീഗ് ഒരു ക്ലെയിമും പലപ്പോഴും ഇവിടെ ചോദിച്ചിട്ടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഡെപ്യൂട്ടി മേയർ സ്ഥാനമോ അല്ലെങ്കിൽ താക്കോൽ സ്ഥാനമോ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ പോലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന സ്ഥാനം കൃത്യമായി തന്നെ ലീഗിന് കൊടുത്തു വന്നിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലീഗ് ഇത്തവണ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനം അത് ക്ലെയിം ആവശ്യപ്പെട്ടിരുന്നത് തന്നെയാണ്. അതിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വം വിശദീകരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു പരിഗണനയും നൽകാതെ UDF യോഗത്തിന് എന്ന് പറഞ്ഞ് വരുത്തിയ ശേഷം ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപേ തന്നെ DCC തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തീരുമാനം അത് മാധ്യമങ്ങളെ അറിയിക്കുകയും മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പറയുന്നത്. തങ്ങളെ ആരെയും പരിഗണിക്കാതെ, തങ്ങളുടെ ആരെയും വാക്കുകൾ കേൾക്കാതെ ഏകപക്ഷീയമായൊരു നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസ് പോകുന്നതിനെതിരെയാണ് നിലവിൽ ലീഗിൻ്റെ വിമർശനം. ഇത് ഇന്നലെ തന്നെ അവർ പറഞ്ഞതാണ്. ഇങ്ങനെ തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുത്ത് പോകാനാണ് ഉദ്ദേശമെങ്കിൽ എറണാകുളം ജില്ലയിലെ പലയിടങ്ങളിലും ലീഗും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നുള്ളതാണ്. സഭയിൽ പോലും വേറിട്ടിരിക്കുന്നതിനെക്കുറിച്ച്, അത് കൊച്ചി കോർപ്പറേഷൻ്റെ സഭയാണ് ഉദ്ദേശിക്കുന്നത്, നിയമസഭയല്ല, വേറിട്ടിരിക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കും. നയങ്ങളിൽ പോലും അത് പ്രകടമാക്കുമെന്ന ഒരു ഭീഷണി ഇന്നലെ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.